ചാച്ചാ. അവളുടെ നിലവിളി അവിടെ മുഴുകിക്കേട്ടു. അവൻ തല താങ്ങി വേച്ചു വീഴാൻ പോയി. ബാലൻസിന് അവൻ കാറിലേക്ക് പിടിച്ചു. അവന് തല കറങ്ങുന്നതായിട്ട് തോന്നി. അപ്പോഴേക്കും ആമിയുടെ അടുത്ത് വന്നവന്മാർ അവളെ കാറിൽ നിന്നും പിടിച്ചിറക്കി. വിട്, വിടാൻ. അവൾ അവരുടെ കയ്യിൽ കിടന്ന് കുതറിക്കൊണ്ടിരുന്നു. ചാച്ചാ. അവൾ അവനെ നോക്കി കരഞ്ഞുകൊണ്ട് വിളിച്ചു. എന്നാൽ അവൻ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. പെട്ടെന്ന് എവിടെ നിന്നോ 2 ബ്ലാക്ക് കളർ സ്കോർപിയോ അവരുടെ അടുത്തേക്ക് ചീറിപ്പാഞ്ഞു വന്നു. ആ വണ്ടി അവരുടെ അടുത്തേക്ക് വന്ന് നിർത്തിയതും അവന്മാർ ആമിയെ വിട്ടിട്ട് അവരുടെ വണ്ടിയിൽ കയറി. സ്കോർപിയോയിൽ നിന്ന് ഇറങ്ങിയവർ അവന്മാരുടെ നേരെ ഗണ്ണെടുത്തെങ്കിലും അവന്മാർ അവിടെ നിന്നും രക്ഷപ്പെട്ടിരുന്നു. മാഡം ഓക്കെ അല്ലേ? അതിലൊരാൾ ആമിയുടെ അടുത്തേക്ക് വന്ന് ചോദിച്ചു. ചാച്ചൻ. അവൾ മനുവിന് നേരെ കൈ ചൂണ്ടി കരഞ്ഞുകൊണ്ട് പറഞ്ഞു. സാറിനൊന്നും വരില്ല മാഡം. മാഡം കാറിലേക്ക് കയറിക്കോ. റാം, സാറിനെ എടുക്ക്. ആമിയുടെ അടുത്ത് നിന്ന് അയാൾ മറ്റൊരാളെ വിളിച്ചുകൊണ്ട് പറഞ്ഞു. സർ, മനു സർ. അവൻ മനുവിനെ മുഖത്ത് തട്ടിക്കൊണ്ട് വിളിച്ചു. മാളു, എൻ്റെ മോള്. അവൻ പാതി ബോധത്തിൽ പറഞ്ഞു. അയാളും മറ്റൊരാളും കൂടി മനുവിനെ താങ്ങിപ്പിടിച്ച് വണ്ടിയിലേക്ക് കയറ്റി. റാം, ജോസാറിൻ്റെ വണ്ടി എടുത്തിട്ട് വാ. അയാൾ റാമിനെ നോക്കി പറഞ്ഞതും അവൻ അവരുടെ വണ്ടിയുമായി ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു. ചാച്ചാ. അവൾ കരഞ്ഞുകൊണ്ട് അവളുടെ മടിയിൽ തലവെച്ച് കിടക്കുന്നവനെ വിളിച്ചുകൊണ്ടിരുന്നു. മോളെ, കരയണ്ട. ഒന്നുമില്ലടി, എനിക്ക് ചെറിയ വേദനയുള്ളൂ. അവൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ പൊട്ടിക്കരഞ്ഞു. ജോയുടെ വീട്ടിലെല്ലാവരും അവരെ കാത്തിരിക്കുകയാണ്. ജോ, കുറേ നേരമായല്ലോ പിള്ളേര് തിരിച്ചെന്ന് പറഞ്ഞിട്ട്. നീ ഒന്നും കൂടി ഒന്ന് വിളിച്ചു നോക്കിക്കേ. ലിസ ആവലാതിയോടെ ജോയെ നോക്കി പറഞ്ഞു. അതാ, അവരെത്തേണ്ട സമയം കഴിഞ്ഞു. ജോ ഒന്ന് വിളിക്ക്. ജേക്കബും ആവലാതിയോടെ പറഞ്ഞതും ജോ ഫോൺ എടുത്ത് ആമിയെ വിളിച്ചു. എന്നാൽ റിങ് കേൾക്കുന്നതല്ലാതെ ആരും അറ്റൻഡ് ചെയ്യുന്നില്ലായിരുന്നു. ആമി എടുക്കുന്നില്ല. അവൻ എല്ലാവരെയും നോക്കി പറഞ്ഞതും എല്ലാവർക്കും ടെൻഷൻ കയറി. അവരെ ഒറ്റയ്ക്ക് വിടണ്ടായിരുന്നു. ദേവൻ പറഞ്ഞു. മനുവിനെ വിളിക്കടാ. നിക്കു ആവലാതിയോടെ പറഞ്ഞു. ഞാൻ വിളിച്ചായിരുന്നു നേരത്തെ. മനുവേട്ടനും ഫോൺ എടുത്തില്ല. ഞാൻ കരുതി ഡ്രൈവ് ചെയ്യുന്നത് കൊണ്ട് എടുക്കാത്തതാണെന്ന്. ചിന്നു കണ്ണുകൾ നിറച്ചുകൊണ്ട് പറഞ്ഞു. ജെനിയും മനുവും അവളെ ചേർത്ത് പിടിച്ചു. ജോ മനുവിനെ വിളിച്ചു. എന്നാൽ അവനും ഫോൺ എടുക്കുന്നില്ലായിരുന്നു. അപ്പോഴേക്കും മറ്റാരുടെയോ ഫോൺ ജോയ്ക്ക് വന്നിരുന്നു. അവൻ അവിടെ നിന്നും സിറ്റൗട്ടിലേക്ക് പോയി. എന്താ? അവൻ ഞെട്ടിക്കൊണ്ട് ചോദിച്ചു. നിങ്ങളെ ഞാൻ ഏൽപ്പിച്ചതല്ലേ അർജുൻ, അവരുടെ കൂടെ ഉണ്ടായിരിക്കണമെന്ന്, നിങ്ങളുടെ കൺവട്ടത്തു നിന്ന് മാറരുതെന്ന്. ആ വിശ്വാസത്തിലല്ലേ ഞാൻ അവരെ ഒറ്റയ്ക്ക് വിട്ടത്. അവൻ ദേഷ്യത്തോടെ പറഞ്ഞു. എന്നിട്ട് നിങ്ങൾ ആ കാറിൻ്റെ നമ്പറോ മറ്റോ നോട്ട് ചെയ്തോ? അവൻ ദേഷ്യത്തോടെ ചോദിച്ചു. മറുവശത്ത് നിന്നും എന്തോ പറഞ്ഞു. ഷിറ്റ്, അവൻ ദേഷ്യത്തോടെ പറഞ്ഞു. എൻ്റെ മനുവിനെന്തേലും? അവൻ ആവലാതിയോട് ചോദിച്ചു. ഞാൻ വരാം. മറുവശത്ത് നിന്നും എന്തോ പറഞ്ഞു. ശരി. അവൻ പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ചിട്ട് അകത്തേക്ക് കയറി. ആരാ ജോ? അവൻ അകത്തേക്ക് കയറിയതും ജേക്കബ് ചോദിച്ചു. അത് പപ്പേ, ഞാൻ വന്നിട്ട് പറയാം. ദേവാ, നിക്കു, വാ വണ്ടി എടുക്ക്. അവൻ പറഞ്ഞു. എന്താ ജോ, എന്ത് പറ്റിയതാ? ജേക്കബ് ആവലാതിയോടെ വീണ്ടും ചോദിച്ചു. അത് പപ്പേ. എന്താണെങ്കിലും നീ പറഞ്ഞിട്ട് പോജോ, വെറുതെ ടെൻഷൻ അടിപ്പിക്കാതെ. അയാൾ കുറച്ച് ദേഷ്യത്തോടെ പറഞ്ഞു. അവനുണ്ടായ കാര്യങ്ങൾ അവരോട് പറഞ്ഞു. മനു, അവന് കുഴപ്പമൊന്നുമില്ല, സ്റ്റിച്ചുണ്ട്, ഞങ്ങൾ പോയിട്ട് വരാം. അവൻ പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും ഇറങ്ങി. ആരാ ഇത് ചെയ്തത്? സുഭദ്ര ചോദിച്ചു. അറിയില്ല ആൻറ്റി, അന്വേഷിക്കാം. അവൻ അവരെ നോക്കി പറഞ്ഞു. ജോ, ഞങ്ങളും കൂടി വരാം. ലിസ പറഞ്ഞു. വേണ്ട മമ്മി, അവൻ്റെ പപ്പയും മമ്മിയൊക്കെ അവിടെയുണ്ട്. അവരുടെ ഹോസ്പിറ്റലിലേക്കാണ് കൊണ്ടുപോയത്. ഞങ്ങൾ പോയിട്ട് വരാം. അവർ ഇറങ്ങാൻ പോയതും അവളുടെ ഏങ്ങലടികൾ അവിടെ ഉയർന്നു കേട്ടു. ജോ തിരികെ കയറി വന്ന് അവളെ ചേർത്ത് പിടിച്ചു. മോള് വാ. അവൻ അവളെയും കൂട്ടി ഇറങ്ങി. നിമിഷങ്ങൾക്കകം അവർ ഹോസ്പിറ്റലിൽ എത്തിച്ചേർന്നു. ജോയെ കണ്ടതും ആമി കരഞ്ഞുകൊണ്ട് ഓടി വന്ന് അവൻ്റെ നെഞ്ചിലേക്ക് വീണിരുന്നു. ഇച്ചായ, ചാച്ചൻ. അവൾ കരഞ്ഞുകൊണ്ട് വിളിച്ചു. മോളെ, ദേ നോക്കിക്കേ. അവൻ അവളെ നെഞ്ചിൽ നിന്ന് മടർത്തി അവളുടെ മുഖം കയ്യിലെടുത്തുകൊണ്ട് പറഞ്ഞു. കരയാതിരിക്കെ, ചാച്ചനൊന്നും പറ്റിയില്ലല്ലോ, സാരമില്ല. എന്നാലും ഇന്ന് തന്നെ. അവൾ പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞു. ഞാനൊരു നശിച്ച ജന്മം ഇച്ചായ, അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ. ആമി, അവൻ ദേഷ്യത്തോടെ വിളിച്ചു. ഹോസ്പിറ്റലാ, വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. അവൻ ദേഷ്യത്തോടെ പറഞ്ഞു. എന്നാലും അവൻ അവളെ കൈക്കുള്ളിൽ ചേർത്ത് പിടിച്ചിരുന്നു. ചിന്നു. അവൾ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന ചിന്നുവിനെ കണ്ടതും അവൻ്റെ നെഞ്ചിൽ നിന്നും അടർന്നു മാറി അവളുടെ അടുത്തേക്ക് നടന്നു. ഡീ, എൻ്റെ മനുവേട്ടൻ. അവൾ പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞു. ആമിയും അവളെ ചേർത്ത് പിടിച്ചു കരഞ്ഞിരുന്നു. അങ്കിൾ, അവന്. ജോ അവൻ്റെ പപ്പയുടെയും മമ്മിയുടെയും അടുത്തേക്ക് നടന്നു. കുഴപ്പമൊന്നുമില്ല മോനെ, ബ്ലഡ് കുറച്ച് പോയിട്ടുണ്ട്, വേറെ പ്രശ്നമൊന്നുമില്ല, അവൻ ഓക്കെയാണ്. മമ്മി,
ചിന്നുവും ആമിയും വിളിച്ചുകൊണ്ട് അവരുടെ അടുത്തേക്ക് ചെന്നു. ഒന്നുമില്ല മക്കളെ, പേടിക്കണ്ട, നിങ്ങളിങ്ങനെ കരയാതെ. അവൻ്റെ പപ്പ അവരോട് പറഞ്ഞു. അവൻ്റെ മമ്മിയും അവരുടെ ഭാഷയിൽ കരയല്ലേ എന്ന് ആമിയോടും ചിന്നുവിനോടും പറഞ്ഞിരുന്നു. അവർ രണ്ടുപേരും മമ്മിയുടെ ഇടവും വലവും ഇരുന്നു. അവരുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നുവെങ്കിലും അപ്പോൾ അവർ അവൻ്റെ മമ്മിയേക്കാൾ ഒരു ഡോക്ടർ എന്ന മനോധൈര്യത്തിൽ കണ്ണുകൾ തുടച്ചു മാറ്റി. അർജുൻ, എന്താണ് ഉണ്ടായത്? നിങ്ങളുടെ കണ്ണെപ്പോഴാണ് തെറ്റിയത്? ജോ ദേഷ്യത്തോടെ അവരോട് ചോദിച്ചു. സർ, ഞങ്ങൾ മനുസാറിൻ്റെ ഒപ്പം ഉണ്ടായിരുന്നതാ. പക്ഷേ ഇടയ്ക്ക് സാർ ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു മാഡത്തിന് എന്തോ ഡൗട്ടുണ്ട്, ഞങ്ങൾ ഫോളോ ചെയ്യുന്നതായി ഡൗട്ട് സാറിനോട് പറഞ്ഞെന്ന്. അതുകൊണ്ടാണ് ഞങ്ങൾ കുറച്ച് സ്പീഡ് കുറച്ചത്. മൻസാർ മുൻപേ പോയിരുന്നു. ഒഴിഞ്ഞ കോണിൽ വെച്ചായിരുന്നു അവന്മാർ. പക്ഷേ അപ്പോഴേക്കും ഞങ്ങളങ്ങ് എത്തി. പിന്നെ സാറിനെ മാഡത്തിനെ ശ്രദ്ധിക്കുന്ന തിരക്കിൽ ഞങ്ങൾ നമ്പറൊന്നും നോട്ട് ചെയ്തില്ല. പക്ഷെ അവരുടെ ഉദ്ദേശം മാഡമായിരുന്നു. മാഡത്തിനെ കാറിലേക്ക് കയറ്റാൻ കൊണ്ടുപോവുകയായിരുന്നു. ഞങ്ങൾ ഗണ്ണെടുത്തതും മാഡത്തിനെ തള്ളി റോഡിലേക്ക് ഇട്ടിട്ട് അവർ പോയിരുന്നു. അർജുൻ അവനെ നോക്കി പറഞ്ഞു. ശരി, നിങ്ങൾ പൊക്കോ, ഞാൻ വിളിക്കാം. അവൻ അവരെ നോക്കി പറഞ്ഞതും അവർ തല കുലുക്കിക്കൊണ്ടിറങ്ങി. അവർ പറഞ്ഞത് കേട്ടതും അവൻ്റെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകി. അവൻ മുഷ്ടികൾ ചുരുട്ടി പിടിച്ചു. അവൻ്റെ കണ്ണുകൾ ചുവന്നു. ദേവാ, ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം, നിങ്ങൾ ഇവിടെ ഉണ്ടാകണം. അവൻ ദേവനെ നോക്കി പറഞ്ഞു. എങ്ങോട്ടാ ജോ? ഞാനിവിടെ വരാം, നിക്കു പറഞ്ഞു. വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം, നിങ്ങളിവിടെ ഉണ്ടാകണം. പിന്നെ ആമി ഒന്ന് ശ്രദ്ധിക്കണം, ജോ അവരെ നോക്കി പറഞ്ഞു. അവൻ പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും ഇറങ്ങാൻ തുടങ്ങി. ഇച്ചായ, എവിടെ പോകുക? അവൾ ഓടിച്ചെന്ന് അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു. എനിക്കൊരാളെ കാണാനുണ്ട്, ഞാൻ പോയിട്ട് വരാം, അവൻ ദേഷ്യത്തോടെ പറഞ്ഞു. വേണ്ട ഇച്ചായൻ, പോകണ്ട, എനിക്ക് പേടിയാ, ഞാൻ ഒറ്റയ്ക്കായി പോവും, പോകണ്ട. ആമി, ഞാൻ പറയുന്നത് കേൾക്ക്. ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞില്ലേ? ഇവിടെ എല്ലാവരും ഉണ്ട്. വേണ്ടെന്ന് പറഞ്ഞില്ലേ? ഞാൻ വിടില്ല, ഇച്ചായൻ പോകണ്ട, അവൾ പറഞ്ഞുകൊണ്ട് അവനെ ഇറുക്കി കെട്ടിപ്പിടിച്ചു. ആമി, നിനക്കെന്താ പറഞ്ഞാൽ മനസ്സിലാകില്ലേ? അവൻ ദേഷ്യത്തോട് ചോദിച്ചുകൊണ്ട് അവളെ ബലമായി അവൻ്റെ നെഞ്ചിൽ നിന്ന് മടർത്തി മാറ്റി. ഇല്ല, എനിക്ക് മനസ്സിലാവില്ല, ഞാൻ വിടില്ല ഇച്ചായനെ, എങ്ങും പോകണ്ട. ആമി, എൻ്റെ കയ്യിൽ നിന്ന് നീ വാങ്ങിക്കും, മാറി നിൽക്ക്, അവൻ ദേഷ്യത്തോടെ പറഞ്ഞു. എന്നെ തല്ലിയാലും ഞാനിവിടുന്ന് ഇച്ചായനെ വിടില്ല, ഇച്ചായൻ എന്നെ കൊന്നിട്ട് പൊക്കോ, അവളും ദേഷ്യത്തോടെ പറഞ്ഞു. ഡി, അവൻ ദേഷ്യത്തോടെ അവളെ അടിക്കാൻ കൈ ഉയർത്തി. അവൾ ഞെട്ടി അവൻ്റെ മുഖത്തേക്ക് നോക്കി. ജോ, നിക്കു അവനെ വിളിച്ചു. അവൻ അവളെ തള്ളി മാറ്റിക്കൊണ്ട് അവിടെ നിന്നും പോയി. അവൻ പോകുന്നതും നോക്കി കരഞ്ഞുകൊണ്ട് അവൾ നിന്നു. പെട്ടെന്ന് അവൾക്ക് കണ്ണിൽ ഇരുട്ട് കയറുന്നത് പോലെ തോന്നി. ഇച്ച, അവൾ പറഞ്ഞുകൊണ്ട് താഴേക്ക് വീണു. അവൻ അപ്പോഴേക്കും അവിടെ നിന്നും പോയിരുന്നു. ആമി, ചിന്നുവും ദേവനും നിക്കുവും ഓടി അവളുടെ അടുത്തേക്ക് വന്നു. ആമി, കണ്ണു തുറക്കടി, ആമി. ചിന്നു കരഞ്ഞുകൊണ്ട് അവളെ വിളിച്ചുകൊണ്ടിരുന്നു. എന്നാൽ അവൾ കണ്ണുകൾ തുറന്നിരുന്നില്ല. ആമി, കണ്ണു തുറക്കാമി, എന്നെ ഒന്ന് നോക്കടി, ചിന്നു കരഞ്ഞുകൊണ്ട് വിളിച്ചു. മോളെ, ദേവൻ അവളുടെ കവളിൽ തട്ടി. നിക്കു, മോളെ എടുക്ക്, മനുവിൻ്റെ പപ്പ അവനോട് പറഞ്ഞതും അവൻ അവളെ എടുത്തു. അയാൾ അടുത്തുള്ള ഒരു മുറിയിലെ കട്ടിലിൽ അവളെ കിടത്തി ശേഷം പരിശോധിച്ചു. പേടിക്കണ്ട, മോൾക്ക് ടെൻഷൻ കയറി BP കൂടിയതാ, അയാൾ അവരെ നോക്കി പറഞ്ഞതും അവർക്ക് സമാധാനമായി. സിസ്റ്റർ, 1 മണിക്കൂർ ട്രിപ്പ് ഇട്ടേക്ക്, അയാൾ അടുത്ത് നിന്ന ഒരു സിസ്റ്ററിനെ നോക്കി പറഞ്ഞതും അവർ തലയാട്ടി. ചിന്നു അവളുടെ അടുത്തേക്ക് ഇരുന്നു കൊണ്ട് അവളുടെ തലയിൽ തലോടി. ഈ ജോ ഇതെവിടെ പോയതാ? ദേവൻ കുറച്ച് ദേഷ്യത്തോടെ നിക്കുവിനോട് ചോദിച്ചു. ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ, അവൻ പറഞ്ഞുകൊണ്ട് ജോയെ വിളിച്ചു. എന്നാൽ അവൻ ഫോൺ എടുക്കുന്നില്ലായിരുന്നു. അവൻ്റെ കാർ റോഡിലൂടെ പാഞ്ഞു. അവൻ്റെ കൈകൾ സ്റ്റിയറിംഗിൽ മുറുകി. ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകിയിരിക്കുകയായിരുന്നു അവൻ്റെ മുഖം. മേഡമായിരുന്നു അവരുടെ ടാർഗറ്റ്. മേഡത്തിനെ കാറിലേക്ക് കയറ്റാൻ തുടങ്ങുകയായിരുന്നു. അർജുൻ പറഞ്ഞ വാക്കുകൾ അവൻ്റെ കാതിൽ മുഴുകി കേട്ടു. അതിനനുസരിച്ച് അവൻ്റെ കൈകൾ സ്റ്റിയറിംഗിൽ മുറുകി. മുന്നിലെ വാഹനങ്ങൾക്കിടയിൽ കൂടി അവൻ്റെ കാർ ഹോൺ അടിച്ചുകൊണ്ട് പാഞ്ഞു. അവൻ തൻ്റെ ലക്ഷ്യസ്ഥാനത്തെത്തിയതും അവൻ കാറിൽ നിന്നും ദേഷ്യത്തോടെ ഇറങ്ങി. ഡോറ് വലിച്ചടച്ച് മുണ്ട് മടക്കി കുത്തിക്കൊണ്ട് അവൻ അകത്തേക്ക് കയറി. ഹാളിലിരുന്ന് TV കാണുകയായിരുന്നു മെറിനും ജോർജും. നിർത്താതെയുള്ള കോളിംഗ് ബെല്ല് കേട്ടതും മെറിൻ ചെന്ന് വാതിൽ തുറന്നു. മുൻപിൽ നിൽക്കുന്ന ആളിനെ കണ്ടതും അവളൊന്ന് പകച്ചു. ജോച്ചായൻ, അവൾ പേടിയോടെ പറഞ്ഞു. ഒരു ബ്ലൂ കളർ ഷർട്ടും മുണ്ടുമാണ് വേഷം. ഷർട്ട് പാതി തുറന്നു കിടക്കുകയാണ്. സ്വർണ്ണമാല അവൻ്റെ നെഞ്ചോട് ചേർന്ന് കിടപ്പുണ്ട്. അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവൻ്റെ ദേഷ്യത്തോടെയുള്ള ആ നോട്ടത്തിൽ ഭൂമി രണ്ടായി പിളർന്നു പോയെങ്കിലെന്ന് അവൾ വിചാരിച്ചിരുന്നു. അത്രയും വലിഞ്ഞു മുറുകിയിരിക്കുകയായിരുന്നു അവൻ്റെ മുഖം. ആരാ മോളെ? ജോർജ് അവളുടെ അടുത്തേക്ക് വന്നുകൊണ്ട് ചോദിച്ചു. ജോയെ കണ്ടതും അയാളും പതർച്ചയോടെ പറഞ്ഞു. അവൻ മുണ്ടഴിച്ചിട്ടുകൊണ്ട് അകത്തേക്ക് കയറി. ഹാളിലുണ്ടായിരുന്ന സോഫ സെറ്റിയിലേക്കിരുന്നു. ഒരു കാലിൻ്റെ മുകളിൽ മറ്റൊരു കാലെടുത്തു വെച്ച് അവൻ അവരെ നോക്കി. അവൻ്റെ നോട്ടത്തിൽ അവർ വിയർത്തൊലിച്ചു. ഒരു രക്ഷയ്ക്കെന്ന വേണം അവൾ ജോർജിൻ്റെ കയ്യിൽ മുറുക്കി പിടിച്ചു. എന്താണിങ്ങനെ നിൽക്കുന്നേ? അപ്പനും മോളും ഇരിക്ക്, എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ട്. അവൻ അവരുടെ നേരെ കസേര ചൂണ്ടി കാണിച്ചുകൊണ്ട് പറഞ്ഞു. ജോ, അത് ഞാൻ. അയാൾ പതറി. ഛീ, ഇരിക്കടോ. അവൻ്റെ ശബ്ദമുയർന്നതും അയാളും അവളും ഞെട്ടി.
അയാൾ യാന്ത്രികമായി അവിടെയിരുന്നു. നിന്നോടിനി പ്രത്യേകിച്ച് പറയണോടി? അവൻ അവളെ നോക്കി ദേഷ്യത്തോടെ പറഞ്ഞതും അവളും അവിടേക്കിരുന്നു. അവൻ്റെ ഭാവവും രീതികളും കണ്ട് അവർക്ക് ഭയം തോന്നി. ജോർജ് അയാളുടെ കൈകൾ കൂട്ടിപ്പിടിച്ചു. അവൾ അവനെ നോക്കാനാകാതെ തലകുനിച്ചിരിക്കുകയായിരുന്നു. ഹാളിൽ ബഹളം കേട്ടതും അകത്തുനിന്നും മെറിൻ്റെ മമ്മി അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു. ജോയോ, മോനെന്താ ഈ നേരത്ത്? അവർ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. അത് ഇവർ പറയും. പറയടോ, എന്തിനാ അത് ചെയ്തത്? അവൻ ശാന്തമായി ചോദിച്ചു. എങ്കിലും അവൻ്റെ ശബ്ദത്തിൽ ഗാംഭീര്യം നിറഞ്ഞിരുന്നു. ജോ, ഞങ്ങളൊന്നും. നിർത്തടോ, അവൻ പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും ചാടി എഴുന്നേറ്റു. ഹാളിൽ അവൻ്റെ അടുത്ത് കിടന്നിരുന്ന ഒരു കസേര അവനെടുത്ത് തറയിലേക്ക് എറിഞ്ഞു പൊട്ടിച്ചു. ജോർജും മെറിനും ഞെട്ടി അവൻ്റെ മുഖത്തേക്ക് നോക്കി. പറയടി, എൻ്റെ ആമിയെ നിങ്ങൾ എന്തിനാ കൊണ്ടുപോകാൻ ശ്രമിച്ചത്? അവൻ അവളുടെ അടുത്തേക്ക് നടന്നുകൊണ്ട് ചോദിച്ചു. ഞങ്ങളല്ല, അവൾ പറഞ്ഞതും അവൻ അവളെ ആഞ്ഞടിച്ചു. മുഖത്ത് നോക്കി കള്ളം പറയുന്നോടി. നീയും നിന്റെ അപ്പനും എന്താടി വിചാരിച്ചത്? ഈ ജോഷോ വെറും ഉണ്ണാക്കനാണെന്നോ? എൻ്റെ പെണ്ണിനെ തൊട്ടാ ഞാൻ അറിയില്ലെന്ന് കരുതിയോ? അവൾ എൻ്റെ പെണ്ണാ, ഈ ജോഷുവയുടെ പെണ്ണ്, എൻ്റെ പ്രാണൻ. അവളെ തൊടാൻ നീയും നിന്റെ അപ്പനും വളർന്നിട്ടില്ല. ഇനി എൻ്റെ കൊച്ചിൻ്റെ ദേഹത്ത് നിങ്ങളോ നിങ്ങളുടെ ആൾക്കാരോ തൊട്ടെന്ന് ഞാൻ അറിഞ്ഞാൽ. അവൻ അവർക്ക് നേരെ കൈ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. അത് എനിക്ക് ജോജായനെ ഇഷ്ടമാ. നമുക്കിടയിൽ അവളൊരു തടസ്സമായി ചായ. അവളെ നമുക്ക് വേണ്ട ചായ. അവൾ പറഞ്ഞതും അവൻ അവളെ വീണ്ടും അടിച്ചു. അവൾ വേച്ചു വീഴാൻ പോയതും ജോർജ് അവളെ വീഴാതെ പിടിച്ചു. അവൾ കവളിൽ കൈവച്ചുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി. നാണം ഉണ്ടോടി പുല്ലേ, കെട്ടിയൊരുത്തൻ്റെ പുറകെ നടക്കാൻ? ഛേ, നീ ഇനി എന്തൊക്കെ ചെയ്താലും അവളെ എന്നിൽ നിന്നും അകറ്റാൻ നിനക്കാവില്ലടി. ഈ ജോഷിയുടെ മനസ്സിനും ശരീരത്തിനും ഒരൊറ്റ അവകാശമേ ഉള്ളൂ. അത് ഞാൻ മിന്നുകെട്ടിയ എൻ്റെ പെണ്ണിനാ. അവിടെ നീയെന്നല്ല മറ്റൊരുത്തിയും ഒരു കാലത്തും കയറിപ്പറ്റാൻ പോകുന്നില്ല. അതുകൊണ്ട് എന്നെ കെട്ടാൻ നീയും നിൻ്റെ അപ്പനും കൂടി കാണിക്കുന്ന ഈ കളികൾ ഇന്നുകൊണ്ട് അവസാനിപ്പിച്ചിരിക്കണം. ഇല്ലെങ്കിൽ ഈ ജോഷുവയ്ക്ക് ആരും അറിയാത്ത മറ്റൊരു മുഖം കൂടിയുണ്ട്. അത് അപ്പനും മോളും എന്നെ കൊണ്ട് എടുപ്പിക്കരുത്. അത് നിങ്ങളുടെ നാശത്തിനായിരിക്കും. ഇതെൻ്റെ അവസാനത്തെ താക്കീതാ. ഇനിയൊരു വാണിംഗ് ഉണ്ടായിരിക്കില്ല. പലതും ഈ ജോഷുവ കണ്ടില്ലെന്ന് നടിക്കുന്നത് ദേ ഈ നിൽക്കുന്ന നിങ്ങളുടെ ഭാര്യയെ ഓർത്തിട്ടാ. ഇനിയും എൻ്റെ പെണ്ണിനെ നിങ്ങൾ തൊട്ട് കളിച്ചാ ഞാൻ ആൻറ്റി അങ്ങ് മറക്കും. കൊന്നുകളയും ഞാൻ അപ്പനെയും മോളെയും. അവൻ ദേഷ്യത്തോടെ മുണ്ട് മടക്കി കുത്തിക്കൊണ്ട് അവരെ നോക്കി പറഞ്ഞു. പിന്നെ എൻ്റെ മനുവിനോട് നിങ്ങൾ ചെയ്തതിന് എന്തേലും ഞാൻ നിങ്ങൾക്ക് തരണ്ടേ? ഇല്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാടോ അവൻ്റെ അളിയനാണെന്നും പറഞ്ഞ് നടക്കുന്നേ? അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ മുഖത്തേക്ക് വീണ്ടും ആഞ്ഞടിച്ചു. രണ്ട് കവളിലും മാറി മാറി അവനെ അടിച്ചു. അവൾക്ക് തല പെരുക്കുന്നത് പോലെ തോന്നി. ജോർജ് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. അവളുടെ മമ്മി സാരിത്തുമ്പ് വായിൽ തിരികെ കരഞ്ഞു. നിങ്ങളെ തല്ലാൻ എനിക്ക് അറിയാൻ വയ്യാഞ്ഞിട്ടല്ല, എൻ്റെ പപ്പയുടെ പ്രായമുണ്ട് തനിക്ക്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങളെ തൊടാത്തത്. ഇതൊരു സാമ്പിൾ മാത്രമാ. ഇനി എൻ്റെ പിള്ളേരുടെ ദേഹത്ത് നിങ്ങൾ കാരണം ഒരു തരി മണ്ണ് വീണാ. അവൻ കൈ ചൂണ്ടി ദേഷ്യത്തോടെ അവരോട് പറഞ്ഞു. മോനെ, അവളുടെ മമ്മി ദയനീയമായി അവനെ വിളിച്ചു. ആൻറ്റി ക്ഷമിക്കണം, ഇങ്ങനെയൊന്നും ചെയ്യണമെന്ന് ഞാൻ കരുതിയതല്ല. ഈ അപ്പനും മോളുവാ എന്നെ കൊണ്ടെല്ലാം ചെയ്യിപ്പിക്കുന്നത്. ആമിയായിരുന്നു അവരുടെ ടാർഗറ്റ് എന്നറിഞ്ഞപ്പോഴേ ഞാൻ കരുതിയതാ ഇതിന് പിന്നിൽ ഇവർ രണ്ടുപേരും ആയിരിക്കുമെന്ന്. അവൻ പറഞ്ഞതും അവർ പൊട്ടിക്കരഞ്ഞു. അപ്പനും മോൾക്ക് ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഇനി ഒരിക്കൽ കൂടി നമ്മൾ ഇതുപോലെ കാണാനിടയാക്കരുത്. ഇത് ഞാനങ്ങ് ക്ഷമിക്കുക എന്ന് കരുതി ഒരു തവണ കൂടി ഇത് ആവർത്തിച്ച നിങ്ങൾ കാരണം എൻ്റെ കൊച്ചിൻ്റെ കണ്ണിന് നിറയേണ്ട ഒരവസ്ഥ വന്നാൽ. അവൻ കൈ ചൂണ്ടി അവരോട് ദേഷ്യത്തോടെ പറഞ്ഞിട്ട് അവിടെ നിന്നും ഇറങ്ങി.